Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പൊ എന്നാന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് കുക്കിങ്ങിനോടൊരു ഇഷ്ടമുണ്ട് എന്നുള്ളൊരു എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് പഠിക്കാൻ പോയപ്പം ബാംഗ്ലൂർ ഒരാൾ പോയപ്പോൾ എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ മേഘ്ന ബിരിയാണി പഠിക്കണം എന്നാ. പക്ഷെ അതൊരു കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴും ബാംഗ്ലൂർ പോവാന്നെങ്കിൽ മേഘ്ന ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം. അടുത്ത ആൾ എന്നാ ചെയ്തു, ഡൽഹിയിൽ പഠിക്കാൻ പോയി. അപ്പൊ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഡൽഹി പഠിക്കാൻ പോയപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിവിടെ ഒരു ഡൽഹിയിലെ ഓൾഡ് ഡൽഹി മട്ടൺ കറി നമ്മളിവിടെ ചെയ്തായിരുന്നു അല്ലേ. അന്ന് പറഞ്ഞ പോലെ ഈ ഇടയിൽ എങ്ങാണ്ട് അദ്ദേഹം എവിടെയോ കഴിക്കാൻ പോയിട്ട് ഈ ഓൾഡ് ഡൽഹിയിലാ കൂടുതലും കിടന്ന് കറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഓൾഡ് ഡൽഹി ആ ഒരു സ്ഥലത്താന്ന് തോന്നി ഇഷ്ടം പോലെ ഫുഡുള്ള സ്ഥലവേ. അന്നേരം ചിക്കനായിട്ടും മട്ടനായിട്ടും ഒത്തിരി വെറൈറ്റി. അപ്പൊ എന്നോട് വന്നേച്ചു അവൻ പറഞ്ഞു, അമ്മ ഓൾഡ് ഡൽഹിയിൽ ഒരു ചിക്കൻ കോർമ എന്ന് കുറുമയല്ല കോർമ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ കറി ഞാൻ കഴിച്ചായിരുന്നു അമ്മ, നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മ, ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തു, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ അവരുടെ കുറേ ഇൻഗ്രീഡിയൻസും മസാലാസും ഒക്കെ ഒത്തിരി വ്യത്യാസമാണ് മോനെ, നമ്മുടെ നാട്ടിൽ അത് കിട്ടാനായിട്ടൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല അമ്മ, നമുക്ക് എങ്ങനെ ഞാൻ ഈ റെസിപ്പി കടക്കാരനോട് പോയി ചോദിക്കാൻ നോക്കുകയല്ല. അപ്പൊ എന്നാ ചെയ്തു, മോൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ എനിക്ക് ഇതേപോലെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ചിക്കൻ കോർമ ഓഫ് ഓൾഡ് ഡൽഹി. നല്ല രസമാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഞാൻ നോക്കിയേച്ച് എണ്ണ അവർ ഉപയോഗിക്കുന്ന ഒരു ഒത്തിരി കൂടുതലാണ്. നമുക്ക് എന്നാ ചെയ്യാം, ഇതിപ്പോ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പഠിക്കണമല്ലോ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എണ്ണ കൂടുതലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ഊറ്റി കളഞ്ഞേക്കെ. അപ്പൊ ഇതിന് വേണ്ടിയ സാധനം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒത്തിരി സാധനങ്ങളൊക്കെ വേണമെന്നേ. അവിടുത്തെ കാര്യങ്ങളല്ലേ, ഒന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റിനും കുറച്ച് വ്യത്യാസമുണ്ട്. അവരെന്നാന്ന് പറയും, മസാലയിൽ കുറച്ച് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് പട്ട വേണം. പട്ടയുടെ കാര്യം അറിയാലോ, ഇത് ഇച്ചിരി മെലിഞ്ഞതാണ്, ഇച്ചിരി വണ്ണം ഇല്ലാത്തതാ. അന്നേരം ഇച്ചിരി വലിയ തുണ്ടിടാം. അല്ലെന്നുണ്ടെങ്കിൽ കട്ടി ഉള്ള പട്ട എടുക്കുവാന്നേലും നോക്കിയേച്ചിടണം, കമർപ്പ് കൂടും. പിന്നെ ഉള്ളത് ജാതിക്കായ, ഇത് ജാതിപത്രിയാണ്. ഇനി വേണ്ടത് ജാതിക്കായ, അതായത് ജാതിക്ക എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക്, ഇതാണ് ജാതിക്ക എന്ന് പറയുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഷെല്ല് പൊട്ടിച്ചേച്ച് വേണം ഇതിനകത്തുള്ള കുരു എടുക്കാൻ. ആ കുരു എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതിന്റെ ബാക്കിയാട്ടോ. അപ്പൊ ഇതിന്റെയും ഒരു പകുതി മോളവും മതിയാവും. കാര്യം ഇതൊക്കെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു കുത്തലുണ്ടാവും. അപ്പൊ അത് വേണം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നെ. ഇനി വേണ്ടിയത് കുറച്ച് ജീരകം ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ ഉള്ളത് ഗ്രാമ്പു ഒരു 3-4 എണ്ണം. പിന്നെ ഉള്ളത് ഒരു 7-8 ഏലക്ക. ഇനിയിപ്പോൾ ഇവരെന്നാ ചെയ്യുന്നറിയോ, ഒരു ബഡി ഇലായിച്ചി, അതായത് വലിയ ഏലക്ക എന്നും പറഞ്ഞിട്ട് ഒരു കറുത്ത കളറിൽ ഏലക്ക കിട്ടുവേ, അതിടും ഇവര്. അപ്പൊ അത് ഒരെണ്ണം ഇട്ടേച്ച് നമ്മുടെ സാധാ ഏലക്ക ഒരു 2-3 എണ്ണം ഇടും. ഇവിടെയും ബഡി ഇലായിച്ചി കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനം ഇതായതുകൊണ്ട് അവര് ഒരു വലുതും 2 ചെറുതും ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 3-4 എണ്ണം ഇട്ടോ. ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാ ഇത്. ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 50-50 ബേസസ് എടുക്കാം. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, ഇത് പുളിയില്ലാത്ത കുറച്ച് തൈര്. പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. ഇത് മേടിച്ചതാട്ടോ, അതുകൊണ്ട് ഒരു എപ്പോഴും ഞാൻ പറയത്തില്ലേ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഓഫ് ഉപ്പ്. ഇത് ഗരം മസാല അല്ല, ജീരകപ്പൊടിയാ, അതൊരു ഇച്ചിരി വേണം. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു 1 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇനി ബോൺലെസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ബോണോട് കൂടിയാണെങ്കിൽ അങ്ങനെ. സാധാരണ നമുക്ക് കടയിൽ പോയി മേടിക്കാൻ ബോൺലെസ് ഒന്നും കിട്ടുകയല്ല, വെരി റെയർ ആണ്. ഇതിപ്പോൾ ബോണോട് കൂടിയാ. പിന്നെ 1 കിലോ കോഴിക്കാണെങ്കിൽ ഒരു 4 സൈസ് മീഡിയം സവാള അരിഞ്ഞെടുക്കണം. ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് പണി എന്ന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉള്ളി ഒന്ന് നമ്മൾ ബിരിയാണിക്ക് വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് മാത്രമേ ഇതിന് പണിയെന്ന് പറയാനുള്ളൂ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അളവ് പറഞ്ഞില്ലായിരുന്നോ ഗരം മസാലയുടെ, അതായത് പട്ട, ജാതിപത്രി, ജീരകം, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ഇത്രയും സാധനം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ അളവിൽ ഞാൻ മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ഒരു ഫൈൻ പൗഡറാണോ, ഫൈൻ പൗഡർ ആയില്ലെങ്കിലും അല്ലെങ്കിൽ ക്രഷ് ആയാലും ഏതായാലും മതിയേ.
ഓക്കെ, ഇതിപ്പോൾ ഫൈൻ പൗഡർ അല്ല, ഒരു ഇച്ചിരി ക്രഷായിട്ട് എടുക്കുക. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത് അന്നേരം പൊടിക്കുന്ന എന്നാന്നറിയോ, നമ്മൾ ഇനിയിപ്പോൾ ഇറച്ചിക്കറി വെക്കുവാന്നേലും എന്ത് സാധനം വെക്കുവാണേലും മസാല, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അന്നേരം പൊടിക്കുകയും ചതച്ചെടുക്കുന്നതിനുമാ അതിൻ്റെതായ രുചി. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആ മസാല പൊടിച്ചു വെച്ചു. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിനകത്ത് ഈ മസാല ഒന്നും പിടിക്കുകയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഇത് കാശ്മീരി മുളക് പൊടിയാ. ഈ കാശ്മീരി മുളക് പൊടിയും ഞാൻ മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയും. എനിക്ക് അതിനോടുള്ള പേടിയുണ്ട്, കാരണം ചില സമയം ഞാൻ ഇടുമ്പോൾ അങ്ങ് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ആയിടുന്നേ. ഏത്? കാശ്മീരി മുളക് പൊടി മാത്രം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുവാന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2ാമത്തെ സ്പൂണ് എരിവുള്ളത് ഇട്ടോളൂ. ഇനി അതേപോലെ അളവില മല്ലിപ്പൊടി, പക്ഷെ ഇപ്പം നമ്മൾ 1 സ്പൂൺ ഇടും. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേവിയിൽ 1 സ്പൂൺ കൂടി ഇടാനുണ്ട്. പിന്നെ ഉള്ളത് പുളിയില്ലാത്ത തൈര. അത് മുഴുവൻ 1 കപ്പോളം ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മേടിച്ചതായതുകൊണ്ട് 1/4. അല്ലെന്നുണ്ടെങ്കിൽ 1 കിലോ ഇറച്ചിക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ ഇനി ഇടാൻ പോകുന്ന ഒരു ഇച്ചിരി ഉപ്പ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടിയെ, ഒന്നെങ്കിൽ ജീരകപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിലിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാവോ, ഇതിനകത്ത് കൂടുതൽ നമ്മൾ മസാലയ്ക്കകത്തും ജീരകമുണ്ട്, ഇതിനകത്തും ജീരകവും മിക്സ് ചെയ്യുന്നിടത്തിടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമല്ലേ, ആ സമയത്തും നമുക്കിത് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 2-3 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഇത്രയും കൂടി ഇതിനകത്ത് ഇട്ടേച്ച് നല്ലോണം ഒന്ന് പെരട്ടി വെക്കാം. എല്ലാവരും വിചാരിക്കുകയല്ലോ വന്ന് കയറി ഉടനെ കൈ ഒന്നും കഴുകാതെ ഇറച്ചിയിലോട്ട് കൈ ഇട്ടുവെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എപ്പോഴും കൈ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയേച്ചേ പാചകം ചെയ്യാറുള്ളൂ. ഓക്കെ, ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ആണ് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി വറക്കുന്ന സമയമാണ്. ആ സമയം മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇച്ചിരി പണി. അല്ലാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു ചിക്കൻ കറി നമ്മളൊക്കെയാ ഏറ്റവും കൂടുതൽ സമയം എടുത്തൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര നല്ല എളുപ്പത്തിലാണ് അവർ ചെയ്യുന്നത്. ഇച്ചിരി സമയം അതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിന് അവരുപയോഗിക്കുന്ന കടുകെണ്ണയാണ്. പക്ഷെ നമുക്ക് കടുകെണ്ണ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഉള്ളി ഇത് ലാസ്റ്റ് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിട്ട് വറുത്തെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ചൂട് ആറിയേച്ച് വേണം അതിനോടുള്ള ഒരു പരിപാടി ചെയ്യാൻ. വേറൊന്നുമല്ല, ചൂടോടെ ആണെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതല്ല ഒന്ന് ആറിയേച്ചാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതല്ലാതെ അരച്ചെടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ അതിനകത്തുള്ള തരിതരിപ്പ് ചിക്കൻ കറിക്ക് വേണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ ക്രഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തണുത്തേച്ച് പൊടിച്ചെടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാം. കുറച്ച് മുളക് പൊടിയും, തീ കുറച്ച് വെച്ചിരിക്കുക, കുറച്ച് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ചിക്കന് ഇതിനകത്തോട്ട്
ഇനി തീ ഒരു ഇച്ചിരി നല്ലതായിട്ട് കൊടുത്തേച്ച് നമ്മൾ ഈ ചിക്കൻ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന്, അതായത് എണ്ണയെ കിടന്നേച്ച് ഒരു പകുതി വേവ് ഒന്നാവണം. പക്ഷെ അടച്ചിട്ടുള്ള വേവലും വേണ്ട. നമ്മൾ ആ എണ്ണയും മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ചിക്കനകത്തോട്ടൊന്ന് പിടിക്കുക എന്ന് പറയില്ലേ. ഇതിനകത്ത് ഒരിറ്റ് പോലും മഞ്ഞപ്പൊടി ഞാൻ ഇട്ടില്ല. ഇത് നല്ലോണം, ചിലരാണെങ്കിലുണ്ടല്ലോ അവര് പറഞ്ഞതാ, ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ നല്ലതായിട്ട് വന്നു ഈ കറി. അപ്പൊ അവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇങ്ങനെ വരട്ടി 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 പകുതി വേവോളവും നമ്മുടെ ചിക്കൻ ആക്കി എടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ഈ ഉള്ളി വറുത്തത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വരട്ടി 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 ഒന്ന് അടച്ചിട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ എല്ലാം എടുത്തു മാറ്റി വെച്ച് ആ സമയത്താണ് കുറച്ചുകൂടെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടേച്ച് ഒന്ന് മൂപ്പിച്ച് ആ അരപ്പ്, അതായത് ബാക്കി അരപ്പിനകത്തുണ്ടല്ലോ, ആ ചിക്കൻ മാത്രമേ എടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ആ അരപ്പിനകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും ഈ ഉള്ളിയും കൂടെ നല്ലോണം ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കും. അപ്പൊ ഏതാ നമുക്ക് സൗകര്യം ഉള്ളത് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് നമ്മുടെ തൈരിന്റെ പുളി മാത്രമേ ചേരുന്നുള്ളൂ. നമ്മൾ ആ ഉള്ളി വറുത്ത ഒരു എണ്ണയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ആ ഫുൾ എണ്ണയും അവർ ഉപയോഗിക്കും. പക്ഷെ അതേണ്ട ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു 2 തവിയോളം എണ്ണ മാറ്റി വെച്ചു, അതായത് ഈ തവിക്കുള്ള എണ്ണ. എന്നാലും ഇതിനകത്ത് എണ്ണ കാണും. മിക്ക നോർത്ത് കല്യാണങ്ങൾക്കും ഒക്കെ ഈ ഒരു കോർമ അവർ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ് ബിക്കംസ് എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ട്രഡീഷണൽ കറിയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈച്ച് എവറി സിറ്റിസൺ ഇതൊന്ന് ഉണ്ടാക്കാൻ പഠിക്കണം എന്ന് പറയുന്നത്. അവരുടെ ട്രഡീഷണൽ രീതിയിൽ അവർ ചെയ്യുന്നതാണ്. ജീരകം മാത്രം ഓരോരുത്തർക്ക് ചിലരിടാറുണ്ട്, ചിലരിടാറില്ല. പിന്നെ ഇതിനൊക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. ചിലർ ഇതിനകത്ത് ക്രീം ചേർക്കാറുണ്ട്, കാഷ്യൂ ചേർക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന ഈ കറി എന്ന് പറയുന്നത് ട്രൂ അല്ല, റിയൽ ട്രഡീഷണൽ കറിയാണ് എനിക്ക് പറഞ്ഞത്. അതായത് ഈ ചിക്കൻ്റെ ഒരു, നമ്മളിപ്പോൾ മസാല എല്ലാം പച്ച ചൊവ്വയല്ലേ, ആ പച്ച ചൊവ്വ ഒന്ന് മാറിയേച്ച് ആ മസാലയൊക്കെ ഒന്ന് വേവണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോഴത്തേക്ക് ചിക്കനും ഒരു ഹാഫ് കുക്ക് ആയിക്കോളും. പൊടിച്ചിട്ട് ആറിയപ്പോഴത്തേന് ഞാനത് പൊടിച്ചു വെച്ചേ. ഇനി ചിക്കൻ്റെ പരുവം എന്താന്ന് വെച്ചാൽ വേണ്ട നോക്കിയേ, അത് പകുതി വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന എന്നാന്നറിയോ, ഇനി എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പകുതി ചേർക്കാം. എന്നുവെച്ച് അതായത് ഉള്ളി വറുത്ത് നമ്മൾ പൊടിച്ചു വെച്ചതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 3/4 ചേർത്തെന്ന് പറയുകയല്ലേ. ആ ഉള്ളി നല്ലോണം ആ ഗ്രേവിയിലോട്ടൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഉള്ളി ചേർത്തപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ ഗ്രേവിയുടെ കളറേ അങ്ങ് മാറിയേ. ഇനിയിപ്പോൾ തീയൊക്കെ ഒരു ഇച്ചിരി ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേച്ച്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഗ്രേവി അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഒരു മസാല കൂട്ടുണ്ട്, അത് ഒരു ഇച്ചിരി അങ്ങോട്ട് ഇടുക. മുഴുവൻ ഇടണ്ട, കാര്യം ചിലപ്പോൾ മസാലയുടെ ഒരു കമർപ്പ് മുമ്പ് വരും. അതുകൊണ്ട് നോക്കിയേച്ച് വേണം ഇടാനായിട്ട്. ഞാൻ ആ ബാക്കി ഉള്ളിയും കൂടി അങ്ങ് ചേർത്തേക്കാം അല്ലേ. ഇറച്ചിയിലും ഒക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക്, എന്നാലല്ലേ ആ ഇറച്ചി ഇപ്പം തന്നെ വേണ്ട ആ കളർ കംപ്ലീറ്റ് മാറിയത് കണ്ടോ. ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട് മഞ്ഞപ്പൊടി ചേർക്കാത്തതുകൊണ്ട്. ഇതിപ്പോൾ ചിക്കൻ ഹാഫ് വെന്ത് കഴിഞ്ഞു. ഈ പരുവത്തിലാ നമ്മൾ ആ മസാലയും മറ്റേ പൊടിയും മസാലപ്പൊടിയും ഈ ഉള്ളിയും ചേർക്കാനുള്ള. ഇനി ബാക്കി പകുതി വേവുന്നുണ്ടല്ലോ ചിക്കൻ, അത് നല്ല ഫ്ലെയിം കുറച്ച് വെച്ചേച്ച്, ഇനി ചിക്കനേന്നൊന്നും വെള്ളം ഊറാനായിട്ടൊന്നും ഇല്ല. അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം, അഥവാ ഒത്തിരി അങ്ങ് വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇത് പക്ഷേ ഒരു കറിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കറിയാണ്, എന്നാൽ ഒരു പെരട്ടാണോ എന്ന് ചോദിച്ചാൽ പെരട്ടാണ്. അങ്ങനത്തെ ഒരു കറിയായത്.
ഇതിപ്പോൾ വേണ്ട ഒരു സെമി ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ചിക്കൻ ഒരു ഹാഫ് പോർഷനും കൂടെ വേവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരവും കൂടെ ഒന്ന് ഇരുന്നോട്ടെ. ഇന്ന് എന്താ വെച്ചാൽ അത് ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയും ചിക്കനകത്തോട്ട് ആ മസാലയും എല്ലാം പിടിക്കാനില്ലേ, അതും കൂടെ പിടിക്കാനുള്ള സമയം ആ ഹാഫ് വേവ് ചിക്കൻ ഹാഫും കൂടെ വേവാനുള്ള സമയം നമ്മൾ കൊടുക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവർ കുറച്ച് വരണമല്ലോ, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മല്ലിയില ഇടും. എന്നാലും ഒരു ഇച്ചിരി ആ ഫ്ലേവറും കൂടെ ഒന്ന് കയറുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് അവിടെ അടച്ച് കിടക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യുന്നത്, ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ നമ്മുടെ ഗസ്റ്റുകൾ ആരായാലും ശരി, ആനീസ് കിച്ചണിൽ വരുന്ന എല്ലാ ഗസ്റ്റും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാ. അവർക്ക് എത്രയും നിറവോടെയും രുചിയോടെയും ആഹാരം വിളമ്പണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിയും അത് തന്നെയാണ്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഡയറക്ടർ സർ ജിസ് ജോയിയും വൈഫും കൂടിയാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ശബ്ദം അദ്ദേഹം ഒരുപാട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗ്രേറ്റ് ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. പക്ഷേ ചിക്കൻ ആവുകയും വേണം, എന്നാൽ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റോടുകൂടി അത് കൊടുക്കണം. നല്ലതായിട്ട് വർത്താനം പറയണം, ഫാമിലി ആയിട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം ആനീസ് കിച്ചൺ ഈസ് ഓൾവേസ് എ ഫാമിലി ഷോ അല്ലേ, അതല്ലേ ഏറ്റവും നല്ലത്. ഫാമിലിയോട് കൂടി ആനീസ് കിച്ചണിൽ വന്ന വിശേഷങ്ങൾ പറയും. എൻ്റെ പ്രേക്ഷകർക്കും ഏറ്റവും താല്പര്യം അതാ. Hearty welcome, hearty welcome, hearty welcome. Thank you so much. Thank you. കാപ്പി മാത്രല്ല കേട്ടോ, ഇതൊരു തുടക്കം മാത്രമാണെന്ന് അറിയാം. അത് കറക്റ്റ് ആട്ടോ. എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ വർത്താനം പറയണ്ടേ, നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. മാത്രല്ല സാറിനെ കുറിച്ചാണെങ്കിൽ എന്റെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കുറെ ഒരു എന്താ പറയാ ഒരു ബേസ് ഇതുണ്ടാവുമല്ലോ. അതായത് സാർ ഒരു ഫീൽ ഗുഡ് മൂവീസ് തരുന്ന ഒരു ഡയറക്ടറാണ്. അത് മാത്രല്ല സർ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഇതിനെക്കാട്ടിലും ഒക്കെ ഉപരി ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ഇരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിനകത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചെന്താ അറിയോ, സാറിന് ഈ ഒരു മേഖലകളല്ലാതെ സാറിന് മിമിക്രി എവിടെയോ സാർ പണ്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റാർട്ടിങ് കറക്റ്റ്. അപ്പൊ അതിന്റെ ഒരു മിമിക്രി അല്ല, മിമിക്രി ആയിരുന്നു. ഓക്കെ. അതെങ്ങനെ കല്യാണത്തിന് വളരെ മുന്നേ ജയസൂര്യയുമായിട്ട് ട്യൂമൻ ഷോ ആയിരുന്നു. എങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടെ? ഞങ്ങൾ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് അവനും ചാൻസ് അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഞാൻ ചാൻസ് അന്വേഷിച്ച് പോയിരിക്കുന്നല്ല, എന്റെ കൂട്ടുകാരന്റെ അച്ഛനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. ഞാൻ മറ്റേ സരസ്വതി ദേവിയുടെ വിഗ്രഹമായിട്ട് പോയ ആളാ. അത് കണ്ടപ്പോ ജയം വിചാരിച്ചു നമ്മൾ സിനിമയുടെ വളരെ അടുത്ത ആളായിരിക്കണം. രാവിലെ രണ്ടുപേര് മറ്റേ വിഗ്രഹം കൊണ്ടുവരുന്നു. അപ്പൊ ജയം വന്നിട്ട് നിങ്ങൾ ഇതിന്റെ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരന്റെ അച്ഛനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, മാണിക്യ കൂടാരം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പൊ ജയൻ ഇങ്ങനെ പയ്യെ അടുത്തുകൂടി സംസാരിച്ചു. അങ്ങനെ ഡയറക്ടറെ പരിചയപ്പെടുത്തി. ജയൻ ആ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിമിക്രി കഥകളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ സയാമീസ് ഇരട്ടകളായിരുന്നു. ഞാനില്ലാതെ അവനില്ലാതെ എന്നെയും കാണാൻ പറ്റില്ലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഏതോ ഷാജി സാറിന്റെ ഒരു സിനിമയുടെ 100ാം ദിവസ ആഘോഷത്തിന് ജയസൂര്യയെ അന്ന് ജയസൂര്യ ആയിട്ടില്ല, ഈ ഫിലിം സ്റ്റാർ ആയിട്ടില്ല, മിമിക്രിയാണ്. അപ്പോ ഇതുപോലെ മിമിക്രി ചെയ്യാൻ വേണ്ടി വിളിച്ചു 100ാം ദിവസം. ഞാൻ പറയാം, ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചിട്ട് ജയസൂര്യ വന്നു. എക്സാക്ട്ലി. മണിയമ്പൾ രാജുവേട്ടനാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അപ്പൊ കൂടെ ഞാനുണ്ട്, പ്രോഗ്രാമിലില്ല, കൂടെ അവന്റെ കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഷാജി സാറിനടുത്ത് ചാൻസ് അന്വേഷിച്ച് വീട്ടിൽ വന്ന് ഓർക്കുന്നുണ്ടോ? ജയൻ വന്നിട്ടുണ്ട്. അയ്യോ സത്യാട്ടോ, വന്നു. എന്നുവെച്ചാൽ അന്നേരം ഏട്ടൻ ഏതോ തമിഴ് മൂവി ചെയ്യുക. അപ്പൊ ജയൻ എന്റെ അടുത്ത് ഫോണിൽ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് തമിഴ് തരും ചേച്ചി. അപ്പൊ സത്യം പറഞ്ഞ ശരിക്കും ഈവൻ എന്റെ മൂത്ത മോനെ ജയൻ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഒരിക്കലും പറയില്ല. എന്നിട്ടും നന്ദികേട് ഇതുവരെ ഒരു ചാൻസ് പോലും ചെയ്തില്ല, ഒരു ഫിലിം പോലും ചെയ്തില്ല. ഞങ്ങൾ കാണിച്ചു, പക്ഷെ ഇത്രയും നല്ല ഫ്രണ്ടായിട്ട് എന്തുകൊണ്ട് ജിസ് ജയനെ വെച്ചിട്ടൊരു ഫിലിം ചെയ്തില്ല? ഞാൻ ചേച്ചി, അതായത് ഈ ചോദ്യം ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള ഒരാളാണ്. അതായത് ഈ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ബൈസൈക്കിൾ തീവ്സ്, ഇവിടുത്തെ ഒരുവിധപ്പെട്ട യങ്സ്റ്റേഴ്സ് എല്ലാവരും കഥ കേട്ട സിനിമയാണ്. ലാസ്റ്റാണ് ആസിഫ് അലി കേൾക്കുന്നത്.
ആ സിനിമയ്ക്ക് പോലും ഞാൻ ജയന്റെ അടുത്ത് കഥയായിട്ട് പോയിട്ടില്ല. ആ സിനിമ ഒരുപക്ഷെ ആസിഫും കൂടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ സിനിമ നടക്കില്ലായിരിക്കും. കാരണം 5-6 പേര് കേട്ടിട്ട് റിജക്ട് ചെയ്ത സ്ക്രിപ്റ്റാണത്. എന്നിട്ട് പോലും ഞാൻ വിചാരിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാതെ ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിക്കരുത്. അതെനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ബൈസിക്കിൾ ദിവസം ആവറേജ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ് സൺഡേ ഹോളിഡേ നല്ല ഹിറ്റായിട്ട് വന്നു. വിജയ് സൂപ്പറും പൗർണമി ഹിറ്റായി. അത് കഴിഞ്ഞപ്പോഴാണ് ജയൻ നമ്മളെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യാം. അപ്പൊ അത് എബ്രിഡ് ഷൈൻ്റെ സ്ക്രിപ്റ്റില് ഞാൻ ഡയറക്ട് ചെയ്യുന്നു, ജയൻ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ ആ പ്രോജക്ട് നടന്നില്ല. കോവിഡും പല കാര്യങ്ങളും ആ സമയത്ത് നടന്നില്ല. സംഭവിക്കാം, ഉറപ്പായിട്ടും. സുഹൃത്തല്ലേ? ഓക്കെ സർ, ഇപ്പൊ ഈ ഫീൽ ഗുഡ് മൂവീസ് ആണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോ കുറച്ച് 2 ഫിലിം പൊറോട്ട് എടുക്കുവാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി അങ്ങനത്തെ ചെയ്താൽ ആ ഒരു ഇത് മാറ്റി. അതായത് എനിക്ക് തോന്നുന്നു നമ്മളെ ആൾക്കാർ പ്രഡിക്ട് ചെയ്യാൻ സമ്മതിക്കരുതെന്ന് തോന്നി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഒരുപാട് ട്രോളുകൾ വരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ആ ട്രോളൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടെടുത്തത്. ഇപ്പൊ ദൃശ്യം സിനിമ ജസ്റ്റ് ജോയ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താ, ഫസ്റ്റ് പാർട്ടിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ക്ഷമിച്ച് മനസ്സിലായി. അങ്ങനത്തെ ഒരു ഫീൽ ഗുഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരുപാട് ട്രോളുകൾ വരാൻ തുടങ്ങി. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇയാളുടെ സിനിമ ഇങ്ങനെ ആയിരിക്കും, ഇയാളുടെ സിനിമ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചിരിപ്പിക്കും, ഇങ്ങനെ കരയിക്കും, ഇങ്ങനെ ഫിലോസഫി പറയും, ഇങ്ങനെ അവസാനിക്കും. എക്സാക്ട്ലി. അത് ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ ഞാൻ മാറാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കോവിഡ് ടൈമിൽ ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ. ആസിഫും ആന്റണി പെപ്പയും നിമിഷയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തലവൻ ബിജുവേട്ടന് എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ചേട്ടനാണ് ശരിക്കും. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് വലിയ ഒരു സിനിമയല്ല, ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പൊ 2 ഹീറോസിന് സ്പേസ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് തലവൻ സംഭവിക്കുന്നത്. ജസ്റ്റ് ഫസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ്? ദാറ്റ് മീൻസ് ത്രൂ ഷോർട്ട് ഫിലിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കാം, എങ്ങനെയാണ്? എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത് 2000-ലാണ്. 2000. അപ്പോൾ ഒരുപാട് സീരിയലുകൾ, അതായത് എങ്ങോട്ടൊക്കെ മറിച്ചാലും 5:30 മുതൽ 10 മണി വരെയുള്ള സീരിയലുകളിൽ ഒന്നുകിൽ ഹീറോന്റെ വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ വില്ലന്റെ വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിന്റെ ഹൈറ്റ്സ് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആ സമയത്ത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ഇവിടെ സൂപ്പർ ഹിറ്റ്, 1000 എപ്പിസോഡ് പോയ സീരിയലാണ്. 1000 എപ്പിസോഡ് അതിന്റെ വോയിസ് എന്റെയാണ്. അതേ സമയത്ത് പഴശ്ശിരാജയുണ്ട്, പഴശ്ശിരാജ ഞാനാണ്. അതേ സമയത്ത് അപ്പുറത്ത് തച്ചോളി ഉദയനുണ്ട്, ഉദയനൻ ഞാനാണ്. ഇതേ സമയത്ത് തന്നെ എറണാകുളത്ത് ഡബിംഗ് സ്റ്റുഡിയോസ് വന്നു. പണ്ട് ഇവിടെ ചെന്നൈയിലും ട്രിവാൻഡ്രത്തുമായിരുന്നു. എറണാകുളത്ത് വന്നപ്പോ ഒരുവിധപ്പെട്ട സ്റ്റുഡിയോസ് ഒക്കെ എന്റെ വീടിന് 2 കിലോമീറ്ററിന് ചുറ്റുമാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഏത് രാത്രി വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്. എത്ര രാത്രിയാണ്, കാരണം എക്സ്ക്യൂസ് ഇല്ല. നമ്മുടെ സ്വപ്നവും പാഷനും കൂടിയാണ്, ഇഷ്ടമുള്ള ജോലിയാണ്. അപ്പോ ഈ പറയുന്ന ഹരിഹരൻ സാറിന്റെ പടങ്ങള്, ലോഹിദാസ് സാറിന്റെ പടങ്ങള്, സിബി സാറിന്റെ പടങ്ങള്, ജയരാജ് സാറിന്റെ പടങ്ങള്, അങ്ങനെ നമ്മൾ രഞ്ജിത്തേട്ടന്റെ പടങ്ങള്, ഇവരുടെ എല്ലാം സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് ഒത്തിരി. ഇപ്പോൾ ആൾക്കാർ എൻ്റെ വോയിസ് ഇപ്പോൾ അല്ലു അർജുന്റെ വോയിസ് ആയിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലുവിന് വേണ്ടി ഞാൻ 20 പടമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏതാണ്ട് 800 സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു കഥാപാത്രങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓർഡിനറി ജിഷ്ണുവിന് വേണ്ടിയിട്ട് എൻ്റെ വോയിസ് ആയിരുന്നു. അങ്ങനെ പല പല കഥ, വിസ്മയത്തുമ്പത്തിലെ വില്ലൻ, ഫാസിൽ സാറിന്റെ കുറെ പടങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഏരിയ പലർക്കും അറിയേയില്ല. അപ്പൊ എന്റെ സിനിമ പഠന കളരി എന്ന് പറയുന്നത് എന്റെ ഡബിംഗ് തിയേറ്റേഴ്സ് ആയിരുന്നു. ഈ ഡബിംഗ് തിയേറ്ററിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഷോട്ട് തന്നെ റിപ്പീറ്റഡ്ലി 5-6 പ്രാവശ്യം കാണാം. അപ്പൊ ഈ സിനിമ പഠിക്കണമെന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചുള്ളത് എന്താന്ന് കാണാൻ വലിയ സ്ക്രീനിൽ കാണുമല്ലേ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ബാക്കി എല്ലാവരും കൺസോളിലാണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഈ ഡയറക്ടേഴ്സ് ചീത്ത പറയുന്ന കേൾക്കാം. അതായത് ഇവര് ആർട്ടിസ്റ്റ് അഭിനയിച്ച് കുളവാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്താ ഇവൻ ഈ കാണിച്ചിരിക്കുന്നത്, അസോസിയേറ്റ് ഒരു അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഒക്കെ പറഞ്ഞല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് സാർ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതായിരുന്നു എന്റെ പഠന കളറി. ഇതില് ഈ ലോഹിതദാസ് എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ടതാണ് എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാം. സിനിമയോട് ഇത്രയും ഒരു പാഷനും സിനിമ എഴുതണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയപ്പെടാനായിട്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ 4 വർഷങ്ങൾ, ചക്രം മുതൽ നിവേദ്യം വരെ, ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടാലും നമുക്ക് ഇത്രയും സൗഹൃദങ്ങൾ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് വേണമല്ലോ. അത് ആരാ കൈ പിടിച്ചത്? അത് ഓഫ് കോഴ്സ് എനിക്ക് ആസിഫ് അലി തന്നെ പറയണം. പിന്നെ ആസിഫ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ 5-6 യങ്സ്റ്റേഴ്സ് കേട്ടിട്ട്, കാരണം ചേച്ചി ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അമൃതയുടെ കയ്യിലാണ് ആ സിനിമ, ടിവിയുടെ റൈറ്റ്സ് എടുത്തിരിക്കുന്ന അമൃതയാണ്.
ഒരുപാട് ട്വിസ്റ്റുകളുള്ള പടമാണ്. ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ഇങ്ങനെ ഇപ്പൊ ട്വിസ്റ്റുകൾ കുറെ സംഭവിക്കുന്നുണ്ടല്ലോ. അന്ന് ഞാൻ പറഞ്ഞു 2013 ഇത്രയേറെ ട്വിസ്റ്റുകളില്ല. ഞാൻ ഹിന്ദിയിലൊരു സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉള്ളു. അപ്പൊ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയതാണ് ഇങ്ങനെ ആളുകൾ ഒന്ന് വിചാരിക്കും, നമ്മൾ വേറൊന്ന് കാണിക്കും. ദൃശ്യത്തിന് മുൻപാണ് ഈ സിനിമ 2013 ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ സിനിമ. അത്രയും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദുൽഖർ സൽമാനാണ് ആദ്യം കഥ കേൾക്കുന്നത്. ദുൽഖർ പറഞ്ഞ ചേട്ടാ ഒരു കഥ കേട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയും, പക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല ബിക്കോസ് ഇതിൽ അത്രയേറെ ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ ചേട്ടൻ ഒരു പുതിയ ആളാണ്, ചേട്ടൻ ഈ പറയുന്നത് പോലെ വിഷ്വലിൽ വന്നില്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുന്നില്ല എന്നാണ് ദുൽഖർ പറഞ്ഞത്. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ആൻഡ്രോ ചേട്ടനിലേക്ക് വരികയും ആൻഡ്രോ ചേട്ടൻ ഇനീഷ്യേറ്റ് ചെയ്യുക, ആസിഫിന്റെ ഡേറ്റ് എടുക്കുന്നതൊക്കെ ആൻഡ്രോ ചേട്ടനാണ്. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ സജികുമാർ ധാത്രി അവരാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ദുൽഖർ അങ്ങനെ പറഞ്ഞപ്പോ വിഷമായില്ലേ? അല്ല, അദ്ദേഹം എനിക്ക് വിഷമമില്ലെന്ന് പറയാൻ കാരണം, വിഷമമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ കഥ ഇവിടെ പറയില്ല. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു ദിവസം സമയം എടുക്കുകയും ചെയ്തു. കേട്ടപ്പോ എന്നോട് പറഞ്ഞത് പിറ്റേ ദിവസം ഇതേ സെറ്റിൽ വരാമോ, തീവ്രം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റായിരുന്നു. അപ്പൊ പറയാം, സെക്കൻഡ് ഡേ ആണ് ഇത് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നറിയോ, ഒരു ധൈര്യം ഇല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയില്ലല്ലോ. ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും കുറെ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പോയി. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ സെക്കൻഡ് ഹാഫിലുള്ള ട്വിസ്റ്റുകൾ അത് തന്നെയാണ് ഇതിന്റെ പ്ലസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് അത് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ആ സമയത്ത് എൻ്റെ അടുത്ത് പലരും ചോദിക്കും എത്രയോ പടങ്ങൾ ആസിഫ് അലി വെച്ച് മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷം എന്ന് വെച്ചാൽ അയാൾക്ക് അന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരാരും കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മളൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഏതോ 100-300 ആഡ് ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് ഇവരെയൊക്കെ വെച്ച് നമുക്കത് അവരുമായിട്ടൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഞങ്ങൾ തമ്മിൽ കുറെ നേരമായിട്ട് വർത്താനം പറയാതിരിക്കുന്നു. എന്നതേലും ഒന്ന് വർത്താനം പറയണ്ടേ? ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് ജിസിന്റെ വൈഫ് എന്താണ്, വർക്ക് ചെയ്യുന്നുണ്ടോ, ഹൗസ് വൈഫാണോ, പിള്ളേർ എത്രയുണ്ട്, ഇതൊക്കെ അറിയണ്ടേ? പേരെന്നാ പറഞ്ഞേ? പേര് നൈജി. നൈജി. ഓക്കെ. മോള് നിത്താര. മോള് 5th പഠിക്കുന്നു. ജിസിന്റെ ഈ വളർച്ചയുടെ പുറകിൽ വിമൻ എന്താ പറയാ ബാക്ക് ബോൺ ആണോ, എങ്ങനെയാണ്? നമ്മളൊക്കെ പറയാറല്ലോ, പ്രോവേർബ്സ് ഒക്കെ ഇഷ്ടം പോലെ. ക്രിറ്റിസിസം അല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു സ്റ്റോറി കേൾക്കുവാന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ നമുക്ക് ഇഷ്ടമായെങ്കിൽ ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കേൾക്കുമ്പോ അഭിപ്രായം പറയും. കൂടുതലെല്ലാം പറയാനൊന്നും നമുക്കറിയില്ല, എന്നാലും ഇഷ്ടമായോ ഇല്ലയോ റിവ്യൂ എല്ലാം ഫസ്റ്റ് സിനിമ ആടായാലും സിനിമയാണെങ്കിലും ആൾക്കാരെ കാണിക്കുന്നതിന് മുമ്പ് ഇവരെ കാണിച്ചിട്ട്. ഓക്കെ. അതേപോലെ ജെസ്സി പറഞ്ഞല്ലേ ലിറിക്സ് എഴുതുമല്ലോ, അപ്പൊ വരികൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് കാണിക്കോ? വരികൾ എഴുതി കഴിഞ്ഞ് കാണിക്കാറില്ല. ഫസ്റ്റ് ട്രാക്ക് പാടി കഴിയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ തന്നെ ട്രാക്ക് പാടും. ആ പാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഒരു യാത്ര എവിടേക്കെങ്കിലും ചുമ്മാ ഒരു സിറ്റി ഡ്രൈവ് കേൾക്കാൻ വേണ്ടി വണ്ടിയിൽ ചുമ്മാ പ്ലേ ചെയ്യും. കുട്ടികളുണ്ടാവും, അപ്പൊ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ആൾക്കാർ കേൾക്കാൻ പോകുന്ന റേഡിയോ കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഈ വണ്ടി ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലിറിക്സ് മിക്കതും ജിസിന്റെ തന്നെയാണ് എല്ലാ സിനിമയിലും പാട്ട്. അപ്പൊ അതിന്റെ വിഷ്വലും ഈ ലിറിക്സും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴേ നമ്മൾ വിഷ്വലായിട്ട് യു ക്യാൻ കണക്ട് ലോട്ട് അല്ലെ? ആ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റ് ആവുന്നു. അപ്പം ആ ഒരു വിഷ്വൽ വരുമ്പോൾ വാട്ട്സ് യുവർ ഫീലിംഗ് ഇൻസൈഡ്? ഭയങ്കര സന്തോഷം ചേച്ചി. അതായത് നമ്മൾ ഈ പാട്ടെഴുത്തിന്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്ത് മൂഡിലും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് ചെയ്ത് പോവായിരിക്കും. ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഈ സമയത്ത് നമ്മുടെ ഒരു പാട്ട് എവിടെന്നോ ഒരു റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് എത്ര വേണമെങ്കിൽ പറഞ്ഞറിയിക്കും. എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞറിയിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഒരു സിനിമാ സംവിധായകനാകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്ന് സിനിമ ചെന്നൈയിലല്ലേ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ പാട്ട് എഴുതണം സിനിമയ്ക്ക് വേണ്ടി, അത് പണ്ട് മുതലേ ഉള്ള ആക്ച്വലി ശരിക്കും എന്തായിരുന്നു, പാട്ട് എഴുതണമെന്നായിരുന്നു, ഡയറക്ട് ചെയ്യണം എന്നായിരുന്നു. പാട്ട് എഴുതണം, പാട്ട് ഡയറക്ഷൻ ചെറിയ ക്ലാസ്സിലെ എഴുതുമായിരുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അതൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ചെറിയ കവിതയൊക്കെ പൊടി തട്ടി എടുക്കാറുന്നില്ലേ? ആണോ? ശരിക്കും അപ്പൊ എഴുതാനാണ് ഇഷ്ടം? എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്ക്രിപ്റ്റ് കഴിഞ്ഞ 6 പടത്തിന്റെ ഞാൻ തന്നെയാണ്. ഇനി ഇതേപോലെ നേരത്തെ ചോദിച്ച അതേപോലെ ചോദ്യം, അല്ലുവിന്റെ വോയിസ് ഇപ്പൊ കംപ്ലീറ്റ്ലി ജിസിന്റെ ആണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ രജിസ്റ്റേർഡ് ആക്കി. ഇനി വേറെ ആൾ വന്ന് ഞങ്ങൾ സമ്മതിക്കുമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലുമായിട്ടുണ്ടായിട്ടും ഫ്രണ്ട്ഷിപ്പ് നോട്ട് എന്താ പറഞ്ഞ പോലെ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞു, ബട്ട് സ്റ്റിൽ
ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോ നമുക്ക് അതൊരു ഫിലിം ചെയ്യണമെന്ന് നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ എയിമും അതുണ്ടല്ലോ. ഒത്തിരി നാൾ നമ്മൾ അവരുടെ സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തിരുന്നത്. ഹൈദരാബാദ്, ബദ്രിനാഥ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ വീട്ട് എന്താണെന്നറിയാം, അവിടുത്തെ തിരക്കുകൾ അറിയാം, അവിടെ കാത്തു നിൽക്കുന്ന ഡയറക്ടേഴ്സിന്റെ വലിപ്പം എനിക്ക് അറിയാം ചേച്ചി. അത് കണ്ടാ നമ്മള് ഡേറ്റ് പോയിട്ട് ചേച്ചി പറയാറ് ആ സൈഡിലൂടെ നമ്മൾ പോവില്ല. അത്രയും വലിയ 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 കമേഴ്ഷ്യൽ 500 കോടി 600 കോടിയുടെ സിനിമ എടുക്കുന്ന അല്ലെ ആ ഡയറക്ടേഴ്സാണ് അവിടെ നിൽക്കുന്നത്. ചേച്ചി ഇന്നറിയോ നമ്മളുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു അറിയോ ഡയറക്ടർ അറിയാം. അദ്ദേഹം ഇവിടെയുള്ള എല്ലാ ഇന്റർവ്യൂവിലും വരുമ്പോഴും പറയാറുണ്ട്. ആസ് എ വൈഫ് എന്തെങ്കിലും ഒരു സെൽഫിഷ്നെസ് തോന്നാറില്ലേ? ഐ മീൻ ഇത്രയും വലിയ കോണ്ടാക്ട്സ് ഉണ്ട്, ഇത്രയും പേർക്ക് എന്താ പറയാ, ആസ് എ ഡയറക്ടർ ആണ് എന്റെ ഹസ്ബൻഡ്, നമുക്കൊരു സെൽഫിഷ് ചേട്ടൻ എന്താ അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? ഒന്നും ചോദിക്കാറില്ല. ഒരു എയിമും ഇല്ലേ ഭാര്യക്ക്? സത്യം പറയട്ടെ, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ള. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് വീക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിനീതേട്ടനെ വെച്ചിട്ട്. വിനീതേട്ടനും വേറെ കുറേ ഫോറിൻ മോഡൽസ് ഒക്കെ ഉള്ളൊരു പരസ്യമാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് സെറ്റിലേക്ക് വിളിക്കണമല്ലോ, എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് വിളിച്ചു. സെറ്റിൽ വന്ന് ആളൊരു 1/2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പനോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അവൻ പോയിക്കോളൂ. അപ്പൊ എന്റെ വിചാരം അന്ന് സെറ്റിൽ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആവുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ പറഞ്ഞു, എനിക്ക് ഈ ഭയങ്കരമായിട്ട് ഇത് ബോറടിക്കുന്നുണ്ട്. എടുത്ത് തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുന്നു, എന്തിനാ ഇങ്ങനെ എടുക്കുന്നത്? അതെ അതെ, ഭയങ്കര മടിയാ. അപ്പൊ ഇത്തവണ ഈ ലാൽ സാറിനെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു നമ്മളുടെ വീടിന് ഇത്ര അടുത്താണ് ഷൂട്ട്, വരും നമുക്ക് ഒരു വീട്ടിൽ വെക്കാൻ ഒരു ഫോട്ടോ എങ്കിലും ലാൽ സാറിനോട് ലാലേട്ടോട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ആരും മോശാന്നാ പറയുന്നത് അല്ലെ? കിട്ടിയ ഒരു ചാൻസ് ഒരിക്കലും കളയരുത്. ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ഇത് ചോദിക്കല് ഭയങ്കര. ലാൽ സാറിനെ വെച്ച് കുറെ ആഡ് ഫിലിംസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ പതുക്കെ കൂടെ നിൽക്കുന്ന ലിജുവിനോട് പറഞ്ഞു, വൈഫും പിള്ളേരും വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പൊ തന്നെ ലാൽ സാറിന്റെ മുറിയിലേക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഫോമലാവുന്നേ വന്ന് പറഞ്ഞാൽ മോനെ അവരെവിടെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചു, വരൂ അകത്തേക്ക് വരൂ, സാർ ഇവിടെ റൂമിലുണ്ട്. മോനെ ലാൽ സാർ അങ്ങ് എണീറ്റ്, പുള്ളി മര്യാദയ്ക്ക് മറ്റേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എണീറ്റിട്ട് മോനെ നല്ല കളറുള്ള ഷർട്ട് കൊണ്ടുവരും, ഫ്രെയിം ചെയ്യാനുള്ളതല്ലേ, നല്ലത് കൊണ്ടുവരും എന്നിട്ട് നേരെ ഭയങ്കര അവിടെ ഉള്ളതിൽ ഏറ്റവും കളർഫുൾ ഡ്രസ് ഇട്ടിട്ട് ആണ് ഫോട്ടോ വയ്ക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കയറുമ്പോ ആദ്യം വെച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇനി വരുവാ ഹോം ടൂർ കാണാൻ, അന്നേരം ലാലേട്ടനെയൊക്കെ ഒന്ന് കാണാലോ. കൊറേ നേരം ഞാൻ ഭക്ഷണം തരണ്ടേ, ആപ്പാടെ ഒരു കാപ്പിയും തന്നേച്ച് ഇരുത്തി അങ്ങ് വർത്താനം പറയുക, ഒരു മര്യാദയില്ല അല്ലെ? ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, അത് വിട്ടുപോയാ. അതായത് ഞാൻ പറഞ്ഞില്ലേ കുറെ ആഡ് ഫിലിംസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ. അതിനകത്ത് ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക, അതൊക്കെ ഇപ്പൊ ലാൽ സാറിന് അങ്ങനെ എത്ര പ്രാവശ്യം തോന്നിയാലും മതിയായിട്ടില്ല. ഇപ്പോഴും കിട്ടുന്ന ചാൻസിലൊക്കെ എടുക്കും. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ വേറൊന്നുകൊണ്ടല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ലാലേട്ടൻ ഫാൻ ആയുണ്ട് ഉറപ്പായിട്ടും. അല്ല തീർച്ചയായും, ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമകൾ അദ്ദേഹത്തിന്റെയാണ്. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഞാൻ ഒരു സിനിമാ താരത്തിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചു. ആ കഥ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ വേറെ എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സിനിമാ നടിയാണ്. അവര് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്ന, കേരളം മുഴുവൻ ആരാധകരുണ്ടായിരുന്ന, സിനിമയിൽ നിന്നൊരു സമയത്ത് മാറി വളരെ ഭംഗിയായിട്ട് ദൈവകൃപ കൊണ്ട് ഫാമിലി നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു നടിയാണ്. ആ നടിയുടെ പേര് ആനി എന്നാണ്. ഞാൻ എപ്പോഴും ഓട്ടോഗ്രാഫ് അപ്പൊ ഞാൻ ആലോചിക്കാം, അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെ പറഞ്ഞിട്ടും കാര്യമല്ലോ. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ഞാൻ ഇന്നലെ ഇവരുള്ളൂ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, അതിന് മുൻപ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല, അതിന് ശേഷം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല. ഞാൻ ഞങ്ങളുടെ ഇവിടെ വീട് ഈ പാലാരിവട്ടത്തിനും കാക്കനാടിനും ഇടയിൽ വാഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ പള്ളിയില് കാറ്റക്കീസ് ഉണ്ട് ഞായറാഴ്ച. അപ്പൊ ഞാൻ +1 10 എന്ന് എനിക്കറിയില്ല. കാറ്റഗിസം കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞോടാ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ഒരു 10-10:30 ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആൾക്കൂട്ടം. അതിലൂടെ ഇങ്ങനെ ഇതുപോലെ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ചേച്ചി നടന്നു വരുന്നു,
ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗാഡ്, ആനി ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. ഓ മൈ ഗാഡ്, ഇങ്ങനെ കണ്ടു നിൽക്കുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ അടുത്ത ഷോട്ടിന്റെ ബ്രേക്കിൽ ഇങ്ങനെ കടയുടെ മുമ്പിൽ ചെയർ ഇട്ടിരിക്കുന്നു. ആ ചെയറിൽ വന്നിരുന്നപ്പോ ഞാൻ ഇപ്പൊ അതൊക്കെ കാറ്റഗിസം ബുക്കിൽ ബാക്കിലല്ല മുൻപില് അല്ല, കാറ്റഗിസം നല്ലത് പറയാനും എഴുതാനുള്ളതല്ലേ. ദൈവം തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനൊക്കെയല്ലോ. ശരിക്കും തമ്പുരാന്റെ ക്രോ ഉണ്ടായിരിക്കും കേട്ടോ എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ അതിങ്ങനെ കൊടുത്തു. അപ്പൊ ചേച്ചി എനിക്ക് വലിയ ഡയലോഗൊന്നും അല്ല, പക്ഷെ അത് ഭയങ്കര ഡയലോഗാ. നോളജ് ഈസ് പവർ. ഇതൊക്കെ ഇവിടെ പറഞ്ഞില്ലേ പിന്നെ അല്ലേ? നമുക്ക് കഴിക്കാൻ പോയാലോ? ഞാൻ വേർക്കുന്നു. ശരി, താങ്ക് യു. ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ. ഇതിന് കഥയുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇതിന് കഥയുണ്ട്. ജിസ് എന്നോട് എപ്പോഴും കഥ പറയുന്ന പോലെ ഇതിനും ഒരു കഥയുണ്ട്. എന്റെ കൊച്ചു ഡൽഹി പഠിക്കാൻ പോയതിന്റെ ബാക്കിയത്. അവിടുത്തെ ചിക്കൻ കോർമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അവനത് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന്റെ ഫ്രണ്ടിന്റെ അമ്മയെ കൊണ്ട് എന്നെ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളും ഡൽഹിയിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കഴിക്കും. അതെ, ഒരു മോളേ ഉള്ളോ? ആള് മോനും മോളും. അപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയ്ക്കിട്ട് കിട്ടുകയല്ലായിരുന്നു. അമ്മയ്ക്ക് അവള് മാത്രമേ ഉള്ളൂ മോള്, ഞാൻ മോനല്ലേ, അമ്മയ്ക്ക് എന്നെ പറയാൻ മേലെ ഇതൊക്കെ ഡയലോഗ് ചോദിക്കുവല്ലേ. പിന്നെ ജിസ് ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ എങ്ങനെയാ? ഭയങ്കര ഫുഡിയാന്നോ? ഇങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞൊക്കെ പോയി കഴിക്കുന്ന? ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളാണ്, പക്ഷെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അയ്യോ, കഴിക്കും. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് സ്പോർട്സ് എല്ലാം അറിയാം. ഇപ്പൊ ഈ നമ്മുടെ ഈ ജോലി ഇതായതുകൊണ്ട് എവിടെ ചെന്നാലും അവിടുത്തെ ആ സ്പേസ് പോകും നമ്മള്. പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ, വളരെ കുറച്ച്. എന്നാ ഏറ്റവും ഇഷ്ടം? അവിയൽ, വെജിറ്റബിളില് അവിയൽ. ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം കിട്ടിയാൽ സന്തോഷം. ചോറ് ഭാര്യക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. ഭാര്യ നോക്കാനല്ല പറഞ്ഞ ഇഷ്ടമെന്ന്. അല്ല, എനിക്കറിയാം. വെജിറ്റേറിയൻ ആണ് കൂടുതൽ. പക്ഷെ ഇവരുടെ വീട് അങ്കമാലിയാണ്. അപ്പൊ ഈ അങ്കമാൽ മാങ്ങാക്കറി ഞങ്ങൾക്കൊന്നുകൂടെ പറയാവോ? എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് ആസിഫ് തന്നെയാണ് ഇതിനെ ശരിക്കും പോപ്പുലർ ആക്കിയത്. ആസിഫിന് ആരാ മേടിച്ചു കൊടുത്തത്? ഞങ്ങൾ. ചേച്ചി ഇതുവരെ കഴിച്ചിട്ടില്ല? ആണോ? അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങക്ക് ട്രൈ ചെയ്യണമല്ലോ അല്ലേ? അതെ. അല്ല, ശരിക്കും ഞാനൊരു കാര്യം പറ്റേ, ജിസിന്റെ പടത്തിലും മിക്കത്തിലും ലളിത ചേച്ചി ഉണ്ടായിരുന്നേ അല്ലെ? ഇപ്പൊ ആ ലളിത ചേച്ചി നമുക്ക് ഒത്തിരി മിസ്സാവുന്നു. ഞാനൊക്കെ മിസ് ചെയ്യുന്ന അത്രയും. അയ്യോ, എനിക്കറിയത്തില്ല. അതായത് ലാസ്റ്റ് ചെയ്ത സിനിമ മോഹൻകുമാർ ഫാൻസ് ആണ്. അതുവരെ എന്റെ എല്ലാ സിനിമയിലും ഉണ്ട് ചേച്ചി. ബൈസിക്കിൾ ദിവസിലുണ്ട്, സൺഡേ ഹോളിഡേയിലുണ്ട്, വിജയ് സൂപ്പറിലുണ്ട്. അതായത് ഇപ്പൊ പണ്ട് മിമിക്രി ചെയ്തിരുന്നതുകൊണ്ട് ഈ എഴുതുമ്പോഴുള്ള സുഖം എന്ന് വെച്ചാൽ ഇവരുടെ മോഡുലേഷനിൽ എഴുതാം അല്ലേ? ഇപ്പൊ ശ്രീനിയേട്ടന് വേണ്ടി എഴുതുമ്പോ ശ്രീനിയേട്ടന്റെ മോഡുലേഷനിൽ എഴുതാം. ലളിത ചേച്ചിക്ക് അങ്ങനെ, സിദ്ദിഖയ്ക്ക് അങ്ങനെ എഴുതാം. അതൊരു സുഖമാണ്. അപ്പൊ ഈ മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ കരവണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ തട്ടി. അപ്പൊ വാല് പറയുമ്പോ ചേച്ചി തന്നെയാണ്. ഇങ്ങനെ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ കൂടെ ഒരു സഹായി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നന്നേടി കൊണ്ട് ആ പാത്രം വാങ്ങിച്ചു. ഒരു ചോറ് പാത്രമാണ്. അപ്പൊ കഴിക്കാൻ തുടങ്ങിയവനോട് ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് കൈ കഴുകിയുള്ളൂ. നന്നായി. ഞാൻ കയറുന്നില്ല, കയറാൻ ബുദ്ധിമുട്ടാ, ഇത് വാങ്ങിച്ചോ. വീട്ടിൽ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുക. ചേച്ചി ഭയങ്കരമായിട്ട് കരുതും. എന്നിട്ട് അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു. അപ്പൊ അതിൽ കുറെ. അപ്പൊ വടക്കഞ്ചേരി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അവിടെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെറിയ രീതിയിലുണ്ടല്ലോ വീട്ടിൽ തന്നെ. അപ്പൊ അവിടെ നിന്ന് കുറെ പച്ചക്കറികൾ കൊണ്ടുവന്നു. അത് വെച്ചുണ്ടാക്കിയതാ. വേറെ ആർക്കും കൊടുക്കാനില്ല, നീ തന്നെ കഴിച്ചോ. ഞാൻ ഇനി എന്റെ ഇൻവെൻഷൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കൂ, കൊള്ളാവോന്ന്. എന്നിട്ട് നമുക്ക് ദില്ലിയിൽ അറിയിക്കാം. ഓക്കേ, ഇതിന്റെ കോമഡി ഉണ്ട്, ഞാൻ പറയാവേ. അയ്യോ എന്റെ ദൈവമേ, എന്നതാ കോമഡി? വല്ല കുഴപ്പമാവോ? നല്ലതാ. ഒരു ചെറിയ സോറുണ്ട്,
നല്ലത്. ആക്ച്വലി എന്നാന്നറിയോ, ഇതിനകത്ത് മെനക്കേടൊന്നുമില്ല. ഇച്ചിരി ഉള്ളി അങ്ങോട്ട് വറുത്തേച്ചാൽ മതി, അന്നേരം ഉണ്ടല്ലോ വേഗമാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണെന്നറിയോ, ഈ അടുക്കള കിടന്ന് 24 മണിക്കൂർ പണിയുണ്ടല്ലോ, ഇതൊക്കെ എളുപ്പമുള്ള ഒരു കാര്യമല്ലേ, ജോലി തീരുവല്ലേ. എന്നതാ കോമഡി പറയാനുള്ളത്? കോമഡി വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു 100-150 ആടെങ്കിലും ഈ ഫുഡ് പ്രൊഡക്ട്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു ഇങ്ങനെ ഈ എപ്പോഴും നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രധാന മോഡൽ നടനോ നടിയോ ആവാം, ചിലപ്പോൾ മുംബൈയിൽ നിന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള മോഡൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് വെച്ചോ, വൈഫ് ഹസ്ബൻഡ്, ക്യാമറ അവിടെ, റെഡി ആക്ഷൻ എന്ന് പറയുമ്പോൾ 1 2 3 ഒരേ സമയത്ത് കഴിക്കണേ. റെഡി 1, റെഡി 1, റെഡി അല്ലേ, 2 3. അവിടെ അഭിനയിക്കുന്നില്ല. ഈ സാധനം ഉണ്ടോ, ഓൾറെഡി 48 ഫ്രെയിംസിൽ സ്ലോ മോഷനിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ പുള്ളി കഴിക്കുന്ന ആളും കൂടെ സ്ലോ മോഷനില്ല. എന്റെ ദൈവമേ, അപ്പൊ ഡെഡ് സ്ലോ ടേസ്റ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് എത്രയോ ടേക്സ് പോകും. വിജയ് സൂപ്പറും പൗർണമിയിലും ആസിഫ് ഷെഫാണ്. അതിൽ ഈ ഐശ്വര്യലക്ഷ്മിക്ക് ഒരു എല്ലാം ഒരു ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ റീടേക്ക് വരണം. അതിനകത്താണ് ഫിദയായിട്ട് ഇവൻ ഇത് ആരാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നോക്കേണ്ടത്. അപ്പൊ അമ്മാതിരി ഒരു കഴിപ്പായിരിക്കും അത്. എനിക്കൊരു 38ാമത്തെ ഷോട്ടാ മറ്റോ. ഐശ്വര്യന്റെ കുഴപ്പമല്ല, അത് പല കാരണങ്ങൾ. അൾട്രാ സ്ലോ മോഷനിലാണ് എടുക്കുന്നത്, ചിലപ്പോൾ ക്യാമറ ശരിയാവില്ല. അത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ 38ാമത്തെ ടേക്ക് എന്ന് പറയുമ്പോൾ 38ാമത്തെ ബൈറ്റാണ്. കഴിച്ച് ഇത് പക്ഷെ അങ്ങനെയില്ല, ഫസ്റ്റ് ബൈറ്റിൽ എല്ലാ കാര്യവും അറിയാൻ പറ്റും. ശരിക്കും ഇവിടെ വരുന്ന എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചേച്ചി ഉണ്ടാക്കുന്ന പല ഭക്ഷണങ്ങളും എല്ലാവരും നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകരിലേക്കും ഇവിടെ ഇരുന്ന് എങ്ങനെയാ മോശം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇതങ്ങനെയല്ല. സത്യസന്ധമായിട്ട് പറയണം, അടിപൊളി, നല്ല പാകത്തിന് വേവ്, നല്ല രുചി. നമ്മൾ ടിപ്പിക്കൽ നല്ല മസാല അല്ലെ. എനിക്ക് അതിന്റെ മണമൊക്കെ വന്നപ്പോഴത്തേന് എനിക്കും ഭയങ്കര ഇഷ്ടമായി. സാറിന് ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഏതാ സാർ? ഇപ്പൊ നവംബറിൽ തുടങ്ങുന്ന സിനിമയാണ്. ആസിഫ് അലി ആണ് പ്രധാന റോളിൽ അഭിനയിക്കുന്നത്. അത് എഴുതുന്നത് ബോബി സഞ്ജയ് ആണ്. ആദ്യമായിട്ടാണ് വേറെ റൈറ്റേഴ്സിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ പ്രേക്ഷകരും ഞാനും എപ്പോഴും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും, ഞങ്ങളുടെ പ്രൈസും എപ്പോഴും ഉണ്ടാവും. പിള്ളേരോട് ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. എന്തായാലും പ്രേക്ഷകർ കുറെ വിശേഷങ്ങൾ കേട്ടു, പക്ഷെ അല്ലു അർജുനെ നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലേ. ഒരു വാക്കെങ്കിലും പറയാതെ എങ്ങനെ പോവും? അത് പറയണല്ലേ, പറയട്ടെ. ആനി എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയറാടാ. നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞൂടെ? ഫയർ എന്നുള്ളത് സച്ചിൻ തെണ്ടുൽക്കറേയും പറയാം. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മൾ അല്ലു അർജുനെ കുറച്ച് കൂടുതലായിട്ട് കേട്ടൊന്നൊരു സംശയം, ബട്ട് സ്റ്റിൽ അതും ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. എന്റെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ദൈവം തമ്പുരാനിൽ നിന്ന് കിട്ടുന്നത്. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.